മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ ഇന്നലെ വന്ന പഴയ പേപ്പറുകളെല്ലാം നോക്കി. അപ്പോഴാണ് ആത്മാഭിമാനം തോന്നുന്ന ഒരു വാർത്ത മാതൃഭൂമിയിൽ വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് നടന്ന ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു. വളരെ വ്യക്തമായിട്ട് ഹിന്ദുക്കള് ഭാരതീയരോട് പറയാൻ ആഗ്രഹിച്ചതെല്ലാം ഹിന്ദു ഐക്യവേദി പ്രവർത്തകര്, RSS ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും NSSലെ G. സുകുമാരൻ നായർ ഒഴിച്ച് ബാക്കിയുള്ളവരാണെങ്കിലും SNDPയിലെ എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ അന്ധമായിട്ടുള്ള വീക്ഷണങ്ങളില്ലാത്തവരെല്ലാവരും മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിച്ചത് എന്തോ അത് ചിദാനന്ദപുരി സ്വാമിയും കുമ്മനം രാജശേഖരനും ശശികല ടീച്ചറും RSSന്റെ ആൾ കേരള നേതാവ് സേതുമാധവനും വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളെ അവഹേളിച്ചും പറ്റിച്ചും ക്രിസ്ത്യാനികൾ നടത്തുന്ന ഓരോ കാര്യവും മാർ പൊവത്തിൽ എന്ന ബിഷപ്പ് ഏറ്റവും കുടിലനായിട്ടുള്ള, ശരിക്ക് അയാളാണ്, അദ്ദേഹം എന്നാണ് പറയേണ്ടത്, പക്ഷെ യോഗ്യതയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോളൂ. IS-ഉം ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരും RSS-ഉം ഒരേപോലെയാണ് എന്ന് അയാൾ പറഞ്ഞിരുന്നു. ആ മാർ പൊവത്തിൽ പറഞ്ഞത് തെറ്റാണെന്നും ഭാരതം മുഴുവനും RSSകാർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുമെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ആ ബിഷപ്പിന്റെ സ്വർഗീയ അരമനയിലേക്ക് യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി അകത്ത് ചെളിയും പുറത്ത് ലോഹയും ഇട്ട് നടക്കുന്ന മാർ പവത്തിലിന്റെ അരമനയിലേക്ക്, അരമന എന്ന് പറയുന്നതൊക്കെ രാജാവ് താമസിക്കുന്ന സ്ഥലമാണ്. യേശുക്രിസ്തു അരമനയിലല്ല താമസിച്ചിരുന്നത്. ഇവരൊക്കെ സന്നിധാനത്തൊക്കെയാണ് താമസിക്കുന്ന കള്ളത്തരത്തിന്റെ പരമകാഷ്ഠയിലുള്ള രാജാക്കന്മാര്. അവരുടെ അടുത്ത് എന്നിട്ട് RSSകാർ പറഞ്ഞു, നിങ്ങളിത് ചെയ്തത് ശരിയല്ല. അയാൾ വളരെ കൂളായിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗിച്ച് ശീലിച്ചതിന്റെ രീതി കൊണ്ടാണ് സംഭവിച്ചതെന്ന്. ആ മാർ പവത്തിലിന് അർഹിച്ച രീതിയിൽ RSS നേതാവ് സേതുമാധവൻ മറുപടി കൊടുക്കേണ്ടായി. ഇത്രയും കാലം കൊടുക്കാത്തതിൻ്റെ ആ കുറവാണ്. സത്യം വിളിച്ചു പറയാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സത്യം വിളിച്ചു പറയാൻ അത് സത്യമാണെന്ന് ബോധ്യം വരണം. ആരെങ്കിലും ചോദിച്ചാൽ ഇന്ന കാരണമാണ്, ഇതാണ് സത്യം എന്ന് വിവരിക്കാനും സാധിക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഹിന്ദുക്കളെ അവഹേളിച്ച വ്യക്തിയെ ആദരപൂർവം തിരുമേനി എന്ന് വിളിച്ചാൽ ആ തിരുമേനി എന്ന വാക്ക് പോലും അവഹേളനാണ്. ബൈബിള് വേദപുസ്തകം എന്ന് പറഞ്ഞാൽ വേദത്തിന് അവഹേളനാണ്. കാരണം ബൈബിളിനകത്തുള്ളത് എന്താണെന്ന് നിങ്ങൾ വായിച്ചാൽ പലപ്പോഴും അത്ഭുതവും അറപ്പും തോന്നും. ജമേറിയ എന്ന ഭാഗമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീണ്ടും ആവർത്തിക്കണില്ല. അപ്പോൾ ഇവരെ തിരുമേനി എന്നും അച്ഛൻ വെച്ചാൽ കുഴപ്പമില്ല, അത് ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്മയുടെ ഭർത്താക്കന്മാരെ എന്നുള്ള പേരിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അച്ഛൻ എന്നുള്ള പേരൊക്കെ വിളിക്കാം. ഇവരെ തിരുമേനി വിളിച്ച് അദ്ദേഹം 1925 മുതൽക്ക് ഭാരതത്തിൽ നടക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് തിന്മ നിറഞ്ഞ പേരും അവർക്ക് ചില സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ആ RSSന്റെ നേതാവ് വളരെ വ്യക്തമായിട്ട് ഈ പവത്തിലിന്റെ ആ നിഷേധാത്മകമായിട്ടുള്ള പെരുമാറ്റത്തിൽ വിവരിക്കേണ്ടായി. ഒരു അത്ഭുതം കൂടി തോന്നിയിരുന്നു. ഇനി ഞാൻ 3 ദിവസം മുമ്പ് കുറേ മുസ്ലിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് കാണേണ്ടായി. വളരെ വളരെ സൗഹാർദ്ദമായ അന്തരീക്ഷത്തിൽ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവരുടെ യുവജനത ഇനി തീവ്രവാദത്തിന് പോകാതിരിക്കാൻ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കും അവരുടെ സാമ്പത്തികമായ ഉന്നമനത്തിനും അവരുടെ ബുദ്ധിപരമായ വികാസത്തിനും എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം ചെയ്തിരിക്കുമെന്ന് മുസ്ലിങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വാക്കുകൊടുക്കേണ്ടായി. വളരെ വ്യക്തമായ രീതിയിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ അത് ഏറ്റവും അധികം കൊടുത്തിരിക്കുന്ന വലിയ ബോക്സായിട്ട്. അതേസമയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ചാവറയച്ചന്റെയും യേവു പ്രാസ്യാമ്മയുടെയും 2 മഹാഭാവികൾ, മറ്റൊരു മഹാഭാവി ഈ മഹാഭാവികളെ പുണ്യവാളത്തിയാക്കിയതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് മോഡിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം ഉണ്ടായി. ഏതായാലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടാണ്
ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളോട് സംസാരിച്ചത് എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല. അത്ര ഭംഗിയായിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിസ്ത്യൻ നേതാക്കന്മാരോട്. കാരണം അവരുടെ കൂറ് മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റിനോടും വിദേശ രാജ്യങ്ങളോടും വിദേശത്ത് പണം വഹിക്കുന്നവരോടും ഹിന്ദുക്കളെ അവഹേളിച്ച് മതം മാറ്റുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പുറത്തെല്ലാം സേവനം, വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ. മദർ തെരേസയെ പോലെ മൊറാർജി ദേശായിയാണ് ആദ്യം മദർ തെരേസയോട് പറഞ്ഞത്. അത്രേ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. മൊറാർജി ദേശായി മദർ തെരേസയോട് പറഞ്ഞു, ഈ സേവനവും മതം മാറ്റവും ഒരുമിച്ച് കൊണ്ടുപോവല്ലേ, നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ സേവനം മാത്രം ചെയ്യാം, മതം മാറ്റം ചെയ്യല്ലേ എന്ന് മൊറാർജി ദേശായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെട്ടി തുറന്ന് പറയാൻ ഈ ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനത്തിന് സേതുമാധവന് സാധിച്ചു. എനിക്കത് വളരെ സന്തോഷമാണ്. രണ്ടാമത് വളരെ ഭംഗിയായിട്ട് ശശികല ടീച്ചർ അർത്ഥശങ്കയ്ക്കില്ല ഇതമില്ലാത്ത വിധത്തിൽ പറഞ്ഞു, മതം മാറിപ്പോയ ഓരോ ഹിന്ദുവിനെയും തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഈ ഗ്രഹപ്രവേശം ഉണ്ടാവും. പുനരാവർത്തനം, ഞാൻ ഈ ഗർഭാപസി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കണില്ല, അത് എനിക്ക് വളരെ അറപ്പ് തോന്നുന്ന ഒരു വാക്കായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വാക്കാണ്. അവർ നമ്മളുടെ ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ വിശ്രമിക്കില്ല എന്നൊരു പദപ്രയോഗം ശരിക്കും ഉറക്കെ ഒച്ചത്തിൽ പറഞ്ഞപ്പോൾ ഒരാളും എതിർക്കാനില്ല. കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിട്ടില്ല, CPI എതിർത്തിട്ടില്ല, കോങ്കി എതിർത്തിട്ടില്ല, കോൺഗ്രസ് ഐ ആണ് കോങ്കി എതിർത്തിട്ടില്ല. പിന്നെ അവർക്ക് പരസ്പരം ചെളിവാരി എറിയാനും കൈക്കൂലി വാങ്ങിച്ചവനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഇപ്പൊ നേരമുള്ളൂ. CPM എതിർത്തിട്ടില്ല. ഇതിന് കാരണം അച്യുതാനന്ദനും പിണറായി വിജയനും കോടിയേരിയും തമ്മിലുള്ള വഴക്ക് തീർന്നിട്ട് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും ഹിന്ദുക്കൾ ഒരു കാര്യം പഠിച്ചു, വിളിച്ചു പറയാവുന്ന സത്യങ്ങൾ വേണ്ട സ്ഥലത്ത് ഡിസ്റ്റോർട്ട് ചെയ്യാതെ സത്യസന്ധമായി പറഞ്ഞാൽ ലോകം സ്വീകരിക്കും, പത്രമാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ചിദാനന്ദപുരി സ്വാമി ഹിന്ദു ഐക്യവേദിയുടെ മീറ്റിങ്ങിൽ പറഞ്ഞു 3 കുട്ടികളിൽ ഉണ്ടാവണം. അതിന് കാരണം പറഞ്ഞു, 2050 ആവുമ്പോഴത്തേക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലം ഇന്ത്യയാവും. ഇതിനെ കൗണ്ടർ ചെയ്യാൻ എന്താ സാധിക്കുക? മുസ്ലിങ്ങൾ ഒരിക്കൽ മദ്രസയിൽ പോയി തുടങ്ങിയാൽ അവർ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരില്ല. അത് ബ്രെയിൻ വാഷിംഗ് ആണ്, കംപ്ലീറ്റ് ബ്രെയിൻ വാഷിംഗ് ആണ്. പക്ഷേ അവരെ റീകൺവെർട്ട് ചെയ്യാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികളെ റീകൺവെർട്ട് ചെയ്യാം. കാരണം പണ്ട് മുതൽക്ക് തന്നെ ചതിച്ചും വഞ്ചിച്ചും കൺവെർട്ട് ചെയ്ത് അമേരിക്കക്കാരെ മുഴുവനും ഇപ്പൊ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ഒരു സുപ്രീം കോടതി ജഡ്ജി പോലും ഈ ജമ്മു കാശ്മീരിലെ ക്രിസ്ത്യൻ ജഡ്ജി, ഹിമാചൽ പ്രദേശിലെ ക്രിസ്ത്യൻ ജഡ്ജി, ഹൈക്കോർട്ടിലെ ക്രിസ്ത്യൻ ജഡ്ജി ആ പ്രധാനമന്ത്രി നൽകിയ വിരുന്നിലും ജസ്റ്റിസുമാരുടെ സമ്മേളനത്തിലും പങ്കെടുത്തു. ആ കേരളത്തിലെ ക്രിസ്ത്യൻ ജഡ്ജി ഒരു കേരളത്തിലെ ക്രിസ്ത്യാനിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ തന്നെ അദ്ദേഹം അതൊരു ഇഷ്യൂ ആക്കി മാറ്റി. അത് മാത്രമല്ല, നവംബറിലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും എല്ലാം സമ്മേളനം തീരുമാനിച്ചത്. നവംബർ മാസത്തിൽ 2014. അപ്പൊ ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല, കുര്യൻ സാർ ഒന്നും പറഞ്ഞില്ല. ഡിസംബറിലാണ് റീകൺഫേം ചെയ്തത്. അതായത് ഏപ്രിൽ മാസത്തിൽ ആയിരിക്കും സമ്മേളനം. അപ്പോഴും ഇദ്ദേഹം ഉണ്ടായിരുന്നു, ഒന്നും വേണ്ടിയില്ല. കറക്റ്റ് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ സ്വഭാവം കാണിക്കാൻ വേണ്ടി മാത്രം സുപ്രീം കോടതി ജഡ്ജി സമ്മേളനത്തിന് 2-3 ദിവസം മുമ്പ് മതേതരത്വം എല്ലാം വലിച്ചു കൊണ്ടുവരികയുണ്ടായി. അതായത് ഏത് നിലവാരത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനി അവനവന്റെ കാര്യം നോക്കാനും ഇഷ്യൂ ഉണ്ടാക്കാനും ഫ്രണ്ട് പേജുകളിൽ നിറഞ്ഞു നിൽക്കാനും ഇതെല്ലാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. നവംബറിൽ സമ്മേളനം തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹം വേണ്ടിയില്ല. ഡിസംബറിൽ റീഅഫേം ചെയ്തപ്പോഴത്തേക്ക് ഇദ്ദേഹം വേണ്ടിയില്ല. കറക്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രിക്ക് കത്തെഴുതുക, എന്നിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, എന്നിട്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ദുഃഖവെള്ളിയാഴ്ച 98% ക്രിസ്ത്യാനികളുള്ള അമേരിക്കയിൽ ദുഃഖവെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. അത് ഹോളിഡേ ഒന്നുമല്ല അവിടെ. അപ്പോ അതൊന്നും നോക്കാതെ ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി BJP സർക്കാരിനെയും എല്ലാവരെയും അവഹേളിക്കാൻ വേണ്ടി കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നോ ആ കേരളത്തിലെ ക്രിസ്ത്യാനികൾ, അത് ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ശരിയാണ്, അല്ല മന്ത്രിയാണെങ്കിലും ശരിയാണ്, അതല്ല ചുവട്ടിലുള്ള വ്യക്തിയാണെങ്കിലും ശരിയാണ്, അവർക്ക് എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഈ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയെയും നേതാവിനെയും താഴത്തേക്ക് കൊണ്ടുവരാൻ ഒരു ഇന്റർനാഷണൽ അജണ്ട നടപ്പാക്കുന്ന രീതിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനത്തിൽ കുമ്മനം രാജശേഖരൻ പറയുകയുണ്ടായി. ചീഫ് ജസ്റ്റിസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി.
ഈ ഹിന്ദു ഐക്യവേദിക്കാർ ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ ആരും നമ്മളെ വെറുക്കാനും പോകുന്നില്ല, ഭയപ്പെടാനൊന്നും പോകുന്നില്ല. കൂടി വന്നാൽ മരിക്കും, അതെന്തായാലും ഒരു ദിവസം വേണ്ടേ. എന്തിനാ ഭീരുവായിട്ട് കുറെ കാലം ജീവിക്കുന്നത്? ധീരൻ ഒരിക്കലേ മരിക്കുള്ളൂ, ഭീരുക്കൾ മരിച്ചുകൊണ്ടേയിരിക്കും. അത്രയധികം മരിക്കാനൊക്കെ പേടിയുണ്ടോ? ഒരു ഭർത്താവും മക്കളും ഒക്കെ ഉള്ള വ്യക്തിയാണ് ശശികല ടീച്ചറെ. പച്ചയ്ക്ക് മലപ്പുറത്തൊക്കെ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ അവരുടെ ചങ്കൂറ്റം നോക്കണം. മെലിഞ്ഞൊരു സ്ത്രീയാ ശശികല ടീച്ചർ. എന്ത് ചങ്കൂറ്റാണ്? ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ പ്രഭാഷണം എങ്ങാനും ഏതെങ്കിലും അമ്പലത്തിലുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ ആൾക്കാരാ, മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം മരത്തിന്റെ മുകളിൽ വരെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറയേണ്ടത് പച്ചയ്ക്ക് അമേരിക്കയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും പറയുന്ന ആ ചങ്കൂറ്റം, അത് അവരുടെ ശൈലിയാണ്. പക്ഷെ അവർക്ക് വലിയ വധഭീഷണിയൊന്നുമില്ല. ഭീഷണി പിന്നെ പ്രധാനമന്ത്രിക്ക് ഇല്ലേ, ഇവിടെ ഒബാമയ്ക്ക് ഭീഷണിയില്ലേ, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുന്ന ആദ്യത്തെ ഹിന്ദു ഐക്യവേദിയുടെ മീറ്റിംഗ് ആണ് മലപ്പുറത്ത് നടന്നത്. അത് മലപ്പുറത്ത് തന്നെ നടത്തിയത് നന്നായി, നല്ല പ്രൊസഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. സേതുമാധവനും പറയേണ്ടത് പറഞ്ഞു, ചിദാനന്ദപുരിയും പറയേണ്ടത് പറഞ്ഞു, അതുപോലെ തന്നെ ശശികല ടീച്ചറും പറയേണ്ടത് പറഞ്ഞു. വളരെ ഭംഗിയായി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇവിടെ നമുക്ക് കരയാനും ദുഃഖിക്കാനൊന്നും നേരമൊന്നുമില്ല. നമുക്ക് ഒരു വർക്കേ ഉള്ളൂ, ഇവിടെ നിന്ന് അവിടേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഭാരതത്തിലെമ്പാടുമുള്ളവര് വക്രമായ രീതിയിൽ അല്ലാതെ പറഞ്ഞാൽ ജനങ്ങളത് സ്വീകരിക്കും. ഇഷ്യൂ ആക്കാൻ വേണ്ടി മാത്രം പറയുമ്പോഴാണ് അതൊക്കെ പ്രശ്നമാവുന്നത്. പറയേണ്ട രീതിയിൽ പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് പോയവരെ ഫോട്ടോ എടുത്ത് ധാരാളം പേര് ഇപ്പൊ തിരിച്ചു വരുന്ന ഫോട്ടോ മാതൃഭൂമിയിൽ കാണാറുണ്ട്, ഹിന്ദുവിലൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ ഗർഭാപസി അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂവേ അല്ല. കാരണം നിങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ ചെയ്താൽ എന്താ? എന്തുകൊണ്ടത് ഇഷ്യൂ ആയില്ല? നിലനിൽക്കേണ്ടത് നിലനിൽക്കും. കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഇല്ലാത്ത പലതും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം വൈപ്പൗട്ട് ചെയ്യും. ഇപ്പൊ ചുംബന സമരം കേൾക്കാനില്ലല്ലോ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശ്രീരാമനെയും സീതയെയും ഭാരതമാതാവിനെയും എല്ലാം അവഹേളിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ഒരു ഹുസൈനെ, ശരിക്കൊരു മുസ്ലിം ചിത്രകാരനെ എല്ലാവരും പുകഴ്ത്തി. അങ്ങനെ ഈ നാട്ടിൽ മരിക്കാനുള്ള യോഗമേ കിട്ടിയില്ല. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തത് ഇവിടെ നിന്ന് പോകും. ചുംബന സമരത്തിനെ വാഴ്ത്തി എഡിറ്റോറിയൽ വരെ മാതൃഭൂമി എഴുതി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ. എന്താ വ്യക്തി സ്വാതന്ത്ര്യം? ആർക്കും എന്തും എപ്പോ വേണമെങ്കിലും വിളിച്ചു പറയാമെങ്കിൽ എന്നാൽ പിന്നെ ഈ വിളിച്ചു പറയുന്നവർക്കൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? എന്തിനാ മാതൃഭൂമിയോ അല്ലെങ്കിൽ മറ്റു പത്രങ്ങളോ എതിർക്കാൻ പോകുന്നത്? എല്ലാവർക്കും അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട്. പുക വലിക്കാമെന്ന് പറയാൻ BJPയുടെ MP സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് ഒരു JDU നേതാവ് പറയുകയുണ്ടായി, അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്കെതിരെ പറയാൻ. എന്താ കുഴപ്പം? യേശുദാസ് ടൈറ്റ് പാൻറ് ഇടരുത് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശുദാസിന്റെ സ്വാതന്ത്ര്യമല്ലേ? നിങ്ങൾ എന്തിനാ ഇഷ്യൂ ആക്കുന്നത്? സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമായിട്ട് തീരെഴുതിയിരിക്കുന്നതാണോ? ഇതും കൂടി ആലോചിക്കണം. ഏതായാലും വളരെ വ്യക്തമായി സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ സ്വരം അറിഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിക്കാര് നടത്തിയ സമ്മേളനം അതിഗംഭീരമായിരുന്നു. പത്രമാധ്യമങ്ങൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യവും കൊടുത്തു എന്നുള്ളത് വൻ വിജയമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.